അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് സാംസങ് ഗാലക്സി സി ഫോൾഡ് 7 പറ്റിയിട്ടുള്ള ഹോണസ്റ്റ് റിവ്യൂ, അങ്ങനത്തെ റിവ്യൂവും അൺബോക്സിങ് കാര്യങ്ങളൊന്നുമല്ല. ഇടയ്ക്ക് ഫോണിൻ്റെ ഒന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹാൻഡ്സ് ഓൺ ഫീൽഡ് എക്സ്പീരിയൻസും അതിൻ്റെ ഓവറോൾ യൂസും അങ്ങനെയൊക്കെ ഉണ്ടെന്നായിരിക്കും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിനോ ഒരു മാസം കഴിഞ്ഞു സാംസങ് ഗാലക്സി സി ഫോൾഡ് 7 ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടുണ്ട്. ഒരു 30 ദിവസമായിട്ടുണ്ട്. എനിക്ക് ഈ ഇടയ്ക്കാണ് സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള റിവ്യൂ അല്ല, ജസ്റ്റ് ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയമൊന്നും കളഞ്ഞ് നമുക്ക് വേറെ വീഡിയോയിലോട്ട്. ഓക്കെ, ഡിസ്പ്ലേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുമെങ്കിൽ ഫോൾഡബിൾ ഡിസ്പ്ലേ, ഡൈനാമിക് LTPO, AMOLED 120 ഹെർട്സിൻ്റെ ഒരു ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് ഈ സി ഫോൾഡ് 7 കിട്ടുന്നത്. അടുത്തപോലെ തന്നെ അത് HDR 10+ ആണ്. അതുപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 2600 nits ആയിരിക്കും എൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. അത്യാവശ്യം ഞാൻ യൂസ് ചെയ്ത് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വെളിച്ചത്ത് പോലും നമുക്ക് ആ ഡിസ്പ്ലേ നല്ല വൃത്തിക്ക് നമുക്ക് കാണാവുന്ന രീതിയിലായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത്. നമുക്ക് ആ ഡിസ്പ്ലേ അത്യാവശ്യം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാമായിരുന്നു. ആ ഒരു ഡിസ്പ്ലേ അത്യാവശ്യം ബ്രൈറ്റ് എൻവയോൺമെൻറ്റിലാണെങ്കിൽ പോലും നമുക്ക് ആ ഡിസ്പ്ലേ ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. പിന്നെ അതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഇപ്പോൾ അലൂമിനിയം ബോഡിയാണ്. നമുക്ക് അത്യാവശ്യം ഹിഞ്ചസൊക്കെ നല്ല ആർമർ ഹിഞ്ചസ് എന്നൊക്കെ സാംസങ് ക്ലെയിം ചെയ്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹിഞ്ചുമാണ്. അതുപോലെ ഞാൻ ഇടയ്ക്ക് ആ ഹിഞ്ചിൻ്റെ വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റില്ല, എന്നാലും ഇടയ്ക്ക് കയറി നോക്കിയാൽ ജെറി റിക്കവറിങ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ പുള്ളിയുടെ ചാനലിനകത്ത് കാണിച്ചേക്കുന്നത് ആ ഹിഞ്ചിൻ്റെ ഇടയ്ക്ക് സാൻഡ് ഇട്ടിട്ട് പോലും നല്ല വൃത്തിക്ക് ആ ഹിഞ്ച് വിഡ്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. റിവേഴ്സ് ഫോൾഡ് ചെയ്യുമ്പോൾ പോലും ആ ഫോൺ വളയുന്നില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ പോലും ആ ഫോൺ നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഹിഞ്ചിന് ഈ പ്രാവശ്യം അവർ നല്ല വൃത്തിക്ക് സൂപ്പർ ടൈറ്റ് ആയിട്ടാണ് ഹിഞ്ച് റെഡിയാക്കിയിരിക്കുന്നത്, സെറ്റായിരുന്നു ഹിഞ്ച്. അടുത്ത പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് Android 16 ആണ്. അവർ ക്ലെയിം ചെയ്യുന്ന വെച്ചാൽ അപ് ടു 7 മേജർ ആൻഡ്രോയിഡ് അപ്ഗ്രേഡ്സ് നമുക്ക് കിട്ടുന്നത് തന്നെ 1UI 8 നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഇൻറ്റേർണൽസ് പറയുമെങ്കിൽ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 8 Elite ആണ് നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ ചിപ്സെറ്റ് വരുന്നത്. പിന്നെ നമുക്ക് പല വേരിയൻസിലും വരുന്നുണ്ട്. മെമ്മറി പറയുമെങ്കിൽ 256 12GB വരുന്നുണ്ട്, 512 വരുന്നുണ്ട്, 1TB 16 വരുന്നുണ്ട്. അതിൻ്റെ UFS 4.0 ആയിരിക്കും അതിൻ്റെ റാമിൻ്റെ സ്പീഡ് വരുന്നത്. അടുത്തത് ക്യാമറ. നമ്മൾ ക്യാമറയെ പറ്റി പറയുമെങ്കിൽ 200 MB ഒരു മെയിൻ ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ 10 MB ഒരു ടെലിഫോട്ടോ വരുന്നുണ്ട്. ഒപ്റ്റിക്കൽ സൂമാണ്, 3x ഒപ്റ്റിക്കൽ സൂം. അതുപോലെ തന്നെ 12 MB ഒരു അൾട്രാ വൈഡിൻ്റെ ഒരു ക്യാമറയും വരുന്നുണ്ട്. LED ഫ്ലാഷ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ വേറെ ഫീച്ചർ പറയുകയാണെങ്കിൽ സെൻസേഴ്സിൻ്റെ കാര്യത്തിൽ ഫിംഗർ പ്രിൻറ്റ് സൈഡ് മൗണ്ടഡ് ആണ്. നമ്മുടെ ബാക്കിയുള്ള സി ഫോൾഡ് വേരിയൻസിലെല്ലാം കിട്ടിയേക്കുന്ന പോലെ തന്നെ സൈഡ് മൗണ്ടഡ് ആയിരിക്കും ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. പ്രോക്സിമിറ്റി ബാക്കിയുള്ള എല്ലാം ഉണ്ട്. പിന്നെ സാംസങ് ഡെക്സിന് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാറ്ററി പറയുമെങ്കിൽ 4400 mAh ഒരു ബാറ്ററിയാണ് അതിൻ്റെ കൂടെ വരുന്നത്. പിന്നെ 25 വാട്ടിൻ്റെ വയേർഡ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ 15 വാട്ട് വയർലെസ്സും അതുപോലെ തന്നെ 4.5 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പെർഫോമൻസ് ആണെങ്കിൽ ANTUTU പറയുന്നത് 19 lakh പറയുന്നുണ്ട്. ഗീഗ് ബെഞ്ച് പറയുന്നത് 9152 വേർഷൻ 6 പറയുന്നത്. അത് 3D മാർക്ക് വരുമെങ്കിൽ 5000 above വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പറയുമെങ്കിൽ സംഭവം എൻ്റെ കൈ കിട്ടി തുറന്നു നോക്കിയപ്പോൾ നല്ല രസമാണ്. അത്യാവശ്യം നല്ല വലിയൊരു ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം പ്രൊഡക്ടിവിറ്റി ഫോക്കസ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിന് ഈ ഒരു ഫോൺ മസ്റ്റ് ബൈ ആണ്. കാരണം വെച്ചാൽ ഡിസ്പ്ലേ സൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്പ്ലേ സൈസ് വലുതാണ്. നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ ഈ ഫോൺ ഇച്ചിരി ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എത്രയാണ് ഗൈസ് എൻ്റെ ഒരു ഇൻ ഹാൻഡ് ഫീലും പിന്നെ അതിൻ്റെ ചെറിയൊരു സ്പെക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതും അങ്ങനത്തെ ഒരു കുഞ്ഞു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ തന്നത്. വളരെ ചെറിയ വീഡിയോ ആണ് എനിക്കറിയാം. അപ്പോൾ ഇതിലും ഇച്ചിരിയുടെ ഒരു ബെറ്റർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ സ്റ്റിൽ ദെൻ സീ യു, ബൈ. പിന്നെന്തുവാ